നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ശരണ്യെ കാണാൻ പോയി അലീനയും രോഹിത്തും കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കൃഷ്ണമോളോട് പറഞ്ഞിട്ട് പോയില്ലെന്നുള്ളതാണ് കൃഷ്ണമോളുടെ പരാതി. അലീന പതുക്കെ സോപ്പിട്ട് കൃഷ്ണമോളുടെ അരികെ ചെന്നു. അതെ, ഞങ്ങൾ ശരണ്യയുടെ അടുത്ത് പോയതല്ലേ, ചേച്ചിക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നു. ചേച്ചി എന്നോട് പറഞ്ഞോന്ന് ചോദിച്ചു. അത് പെട്ടെന്ന് പോയതുകൊണ്ട് വേണ്ട, പെട്ടെന്ന് പോയതുകൊണ്ടാന്ന് പറഞ്ഞില്ല. അതെ, രോഹിത്തേട്ടനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി, എന്നെ കൂട്ടിക്കൊണ്ടു പോയില്ലോ, എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തല്ലോ. ഇപ്പം ഞാൻ ചേച്ചിക്ക് ആരും അല്ലാതായില്ലേ. അതെന്താ മോളെ നീ അങ്ങനെ പറയണേ? ഞാൻ രോഹിത്തിനെ കൂട്ടിക്കൊണ്ടുപോയത് എന്തിനാന്ന് ഓർത്തണ്ട. അതെ, ഞാൻ ചേച്ചിയോട് എത്ര നാളായി പറയണേ എന്നെയും കൂടെ ശരണ്യയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. എന്നിട്ട് ചേച്ചി എന്നെ കൊണ്ടുപോയോ? അതെ, ഞാൻ മോളെ വേറൊരു ദിവസം കൊണ്ടാം. ഇന്നിപ്പോൾ രോഹത്തിനെ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുപോയത്. രോഹത്തിനെ ശരണ്യയോടും ശരണ്യയുടെ വീട്ടുകാരോടും മാപ്പ് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയത്. അത് കേട്ടപ്പം കൃഷ്ണമോളൊന്ന് തണുത്തു. അപ്പോഴേക്കും അലീന പറഞ്ഞു പോട്ടെ, സാരമില്ല വരാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൃഷ്ണമോളെയും വിളിച്ചോണ്ട് അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ ഇറങ്ങി വന്നു. ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയായി? കണ്ടോ ശരണ്യെ കണ്ടോ? വല്ല വഴക്കോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അച്ഛാ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നെ രോഹിത് അവരോടൊക്കെ സോറി പറഞ്ഞെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അതെന്താളും നല്ല കാര്യമാണ്. അറിഞ്ഞോ അറിയാതെയാണെങ്കിലും ഇവനോടെ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ആ ഒരു കരട് അത് മനസ്സിൽ കിടക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രൻ മുറിയിലേക്ക് കയറിപ്പോയി. ആ സമയം അലീനെ ഫ്രഷ് ആനായിട്ട് അങ്ങോട്ട് കയറിപ്പോവാണ്. ഈ സമയം രോഹിത്തിനൊക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അലീന ഇനിയിപ്പോൾ എത്ര ദിവസം കൂടെ ഇവിടെ കാണുമെന്ന് അറിയില്ല. അലീനെ വീട് വിട്ട് പോകുമെന്നും പറഞ്ഞായിരിക്കുന്നേ. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. ആ സമയം കമല ശിവശങ്കറിൻ്റെ അടുത്തേക്ക് വന്നു. ശിവശങ്കറിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ അല്ല ഈ വൈജി ഇവിടെ തന്നെ നിൽക്കുവാണോ? വൈജി പോണില്ലേന്ന് ചോദിച്ചു. എടി അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നീ ചെന്ന് വൈജിയോട് ചോദിക്കുക. പിന്നെ ഞാൻ ചെന്ന് ചോദിക്കാനായിട്ട് ഞാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടെ പറയും ഇതെൻ്റെ തറവാടല്ലേ, എൻ്റെ വീടല്ലേ, അപ്പം പിന്നെ എനിക്ക് നിന്നാ എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയണേ? ശിവേണ്ണാകുമ്പോൾ അത് എന്തേലും പറയാൻ പറ്റും. എടി വൈജി ഇവിടെ നിൽക്കുന്നതോട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല വെച്ച് വിളമ്പാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അല്ല 2 ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് പോകുന്നൊക്കെ അല്ലേ പറഞ്ഞത്, എന്നിട്ട് പോയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അവർ വന്നു കഴിഞ്ഞപ്പോൾ കടപ്പാട്ടൂർക്ക് പോകാൻ മേലായിരുന്നോ? എടി കടപ്പാട്ടൂർക്ക് പോകത്തില്ലെന്നും പറഞ്ഞിട്ടല്ലേ ഇവിടെ നിൽക്കുന്നേ. എത്രയും പെട്ടെന്ന് വാടക വീട്ടിലേക്ക് മാറിയാൽ മതിയായിരുന്നു. എങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മയായിട്ടും പെങ്ങളായിട്ടും ഞാനൊരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ വെച്ച് വിളമ്പാൻ. ആ ഒരു കാര്യം ഓർമ്മ വേണം. അത് കേട്ടപ്പം ശിവശങ്കരൻ പറഞ്ഞു, നിനക്ക് ബുദ്ധിമുട്ടാണ്, നീ ഒരു കാര്യം ചെയ്യുക, നേരെ നിന്റെ വീട്ടിലേക്ക് വിട്ടോ രാമപുരത്തിന്. ഞാൻ ഇവിടെ ഒരു ജോലിക്കാരിയെ നിർത്തിക്കോളാം. അത് എന്ത് മതിയോന്ന് ചോദിച്ചു. ഓഹോ, അപ്പം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള പുറപ്പാടല്ലേ? പിന്നെ ഞാൻ എന്ത് പറയണം നിന്നോട്? ആകെപ്പാട് ഇവിടെ മനുഷ്യന്റെ സമനിലയേറ്റി ഭ്രാന്തി പിടിച്ചിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ വെപ്പും കൂടിയായിട്ട് അവൾ വന്നിരിക്കുന്നു. ഒന്നും മിണ്ടാതെ പോയ എൻ്റെ കമലേ. ഇന്നലേക്കാണെങ്കിൽ ആ പിള്ളേർ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞോണ്ടായിരുന്നു. ഇന്ന് പിള്ളേർ പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് അടുത്ത സൂക്കേട് ഇളകി. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ശിവശങ്കരൻ ഇറങ്ങി പോവാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല കമലയ്ക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല വൈജയന്തി അവിടെ ഉള്ളത്. കുറച്ച് കഴിഞ്ഞപ്പം ഒന്നുമില്ലാത്ത മട്ടില്ല വൈജയന്തിയുടെ അടുത്തേക്ക് കമല ചെന്നു. സംസാരിക്കുന്ന സമയത്ത് വൈജയന്തിയോട് പറഞ്ഞു, അല്ല ഇനി വൈജയന്തിയുടെ തീരുമാനം എന്താ? ആ വാടക വീട്ടിലേക്ക് പോകണോ അതോ ഒരു കടപ്പാട്ടൂർക്കാണോ എന്ന് ചോദിച്ചു. കടപ്പാട്ടൂർക്ക് ഞാൻ പോണെങ്കിൽ അവളുണ്ടല്ലോ അലീന, അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല കമലയെടുത്തി. അല്ല അപ്പം പിന്നെ എന്താ ചെയ്യുന്നേ? അതോ, കമലയെടുത്തി പേടിക്കൊന്നും വേണ്ട, ഞാൻ വാടക വീട്ടിലേക്ക് മാറും. ഞാനിവിടെ നിൽക്കാനും പോകുന്നില്ല. അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ മാത്രം അവിടേക്ക് പോകുന്നുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമലയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. എന്നാലും കമലയൊന്നും പുറമേ കാണിച്ചില്ല. അയ്യോ, അതിന് വൈജി ഇവിടെ നിൽക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞല്ല കേട്ടോ. ഞാൻ ചോദിച്ച ഈ കടപ്പാട്ട് വീട് വൈജയുടെ വീടല്ലേ, വൈജയ്ക്ക് അവകാശപ്പെട്ട വീടല്ലേ. അപ്പോൾ വേറൊരുത്തി അവിടെ വന്ന് ഇങ്ങനെ താമസിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണോ? നീ നിന്റെ അവകാശം പിടിച്ചെടുക്കണം വൈജയ്, അത് അവൾക്ക് വിട്ടുകൊടുക്കുകയല്ല ചെയ്യണ്ടേ. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, എനിക്ക് ആരുടെ ഒരു അവകാശം വേണ്ട. അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ അങ്ങോട്ട് കാല് കുത്താൻ പോകുന്നില്ല. എന്നെ അതിനൊന്നും കിട്ടത്തില്ല. ഈ വൈജയന്തി ആരാന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കമല കൂടുതലൊന്നും പറയാൻ പോയില്ല. ഇതേ സമയത്ത് അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. അലീനയ്ക്ക് തോന്നി ഇനിയിപ്പം ഇവിടെ താൻ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല, അമ്മ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ താൻ ഈ വീട് വിട്ട് ഇറങ്ങിയാൽ മതിയാവുള്ളൂ. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ മോളെ? അത് പിന്നെ
ഞാനിവിടുന്ന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പോവാൻ എങ്ങോട്ട്? അതൊന്നും തീരുമാനിച്ചിട്ടല്ല അച്ഛാ, പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. എവിടേക്കാണെന്നും എനിക്കറിയില്ല. എവിടെയാലും ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് കയറണമെന്ന് ആഗ്രഹം. അതെന്താ, ഇവിടെ നിന്നോട് ആരെങ്കിലും പോകാൻ വേണ്ടി പറഞ്ഞോ? അല്ല അച്ഛാ, ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മാഡം ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല. അപ്പം പിന്നെ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ കാണുള്ളെന്നാ പറഞ്ഞ്. ഓഹോ, അപ്പം അതുകൊണ്ട് നീ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചില്ലേ? അപ്പം ഞാൻ ആരാ നിന്റെ? അത് പിന്നെ എൻ്റെ അച്ഛനല്ലേ. ഞാൻ ആദ്യം അച്ഛാന്ന് വിളിച്ച ഈ നിൽക്കുന്ന അച്ഛനല്ലേ എന്ന് ചോദിച്ചു. ആണല്ലോ. എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയണേ? അത് പിന്നെ അച്ഛാ, ഞാനങ്ങനെ വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ കാണണമെന്നൊന്നും ഇല്ലോ. ഓ, അപ്പം അങ്ങനെ ബാക്കിയുള്ളവരെ കാണുന്ന അതാണ് നിനക്ക് പ്രശ്നമല്ലേ? അപ്പം നിന്നെ ഞാൻ ആരായ കണ്ടിരിക്കുന്നേ? നിന്നെ ഞാൻ സ്വന്തം മോളെ പോലെ തന്നെയല്ലേ കരുതിയിരിക്കുന്നേ? അതല്ലച്ചാ. എന്നിട്ട് നീ എന്നോട് ഇത് തന്നെ പറയണം? സ്വന്തം മക്കള് ഈ വീട് വിട്ടു പോകുമ്പോൾ ഒരച്ഛന് എത്രമാത്രം വേദന കാണും? അത് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലച്ചാ, വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ബാലേന്ദ്രന് വല്ലാത്തൊരു സങ്കടം ഒക്കെ വന്നു ആ സമയത്ത്. കാരണം അലീനയാണ് ഇപ്പം ഈ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കാര്യം ബാലേന്ദ്രൻ നന്നായിട്ട് അറിയാം. രോഗത്തിനൊരു പ്രശ്നം വന്നപ്പോഴാണെങ്കിലും ശരി, മക്കളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഒരമ്മയും അല്ലെങ്കിൽ ഒരു ചേച്ചിയും കൂടപ്പുറപ്പോ എങ്ങനെയാണ് ഈ കുടുംബത്തെ സ്നേഹിക്കുന്നത്, അപ്പോൾ അതുപോലെയാണ് അലീന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതേ സമയത്ത് രോഹിത്തും കൃഷ്ണമോളും ബബിതയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് അവരോട് പറഞ്ഞു, അലീന ചേച്ചി പോകാന്നൊക്കെ പറഞ്ഞു. അവിടെ ശരണ്യയുടെ വീട്ടിൽ ചെന്നപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അമ്മ ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ അലീന ചേച്ചി പോകണമെന്നുണ്ടെങ്കിൽ അലീന ചേച്ചി പോകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അല്ല അലീന ചേച്ചി എന്തിനാ പോന്നേ? പോകേണ്ട കാര്യമുണ്ടോ? അലീന ചേച്ചി അച്ഛൻ്റെ മോളല്ലേ, പിന്നെ ഇവിടെ നിൽക്കേണ്ട അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അത് പക്ഷെ ആവായിരുന്നു, പക്ഷെ അങ്ങനെയല്ലല്ലോ. എങ്ങനെയല്ലല്ലോ എന്ന്? അതിന് അലീന ചേച്ചി അച്ഛൻ്റെ മോളല്ലല്ലോ. മോളല്ലേ? അപ്പം അച്ഛൻ്റെ മോളാന്ന് പറഞ്ഞതോ? അല്ല, ശരിക്കും അച്ഛൻ്റെ മോളല്ലെന്ന്. ഇതാക്കി ആരാ രോഹിത്തേനോട് പറഞ്ഞേ? അത് പ്രിൻസിപ്പൾ അച്ഛനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ മോളല്ലെന്ന് പറഞ്ഞു. അത് ഒരു പുതിയ അറിവായിരുന്നു ബബിതയ്ക്ക്. പെട്ടെന്ന് കൃഷ്ണമോള് രോഹിത്തിനെ ബബിതയെ നോക്കി. കൃഷ്ണമോൾക്ക് സത്യം അറിയാലോ. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അല്ല അപ്പം ഇത്രയും കാലം എനിക്കറിയില്ല, പക്ഷെ അലീന ചേച്ചിക്ക് അറിയാം അലീന ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാന്ന്. അലീന ചേച്ചി അത് പ്രിൻസിപ്പൾ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞത്, ഇപ്പം എന്നോട് ചോദിക്കണ്ട, സമയമാകുമ്പോൾ ഞാൻ പറയാന്നാ. ചേച്ചിക്ക് കുടുംബമായിട്ട് രക്തബന്ധം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതാ എനിക്ക് മനസ്സിലാവാത്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അച്ഛൻ്റെ മോളല്ലെന്ന് പറയുന്നു, ഈ കുടുംബമായിട്ട് ബന്ധമുണ്ടെന്ന് പറയണോ? കൃഷ്ണമോളൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും രോധിച്ചു, നീ എന്താ കൃഷ്ണ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അല്ല അപ്പം പിന്നെ നമ്മളെങ്ങനെ അലീന ചേച്ചി ഇവിടെ നിർത്തും? അച്ഛനും മോളാന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇത്രയും കാലം നിന്നേ, ഇനിയിപ്പം നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് എന്തെങ്കിലും റീസൺ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയോട് ദേഷ്യപ്പെടുന്ന കേൾക്കായിരുന്നു അവർക്ക്. അവർ പേടിച്ചു ശരിക്കും ഞെട്ടിപ്പോയി. ബാലേന്ദ്രൻ നല്ല ഉച്ചത്തിലാണ് സംസാരിക്കണേ. ഇപ്പം നിനക്ക് ഞാൻ ആരുമല്ലല്ലേ, എങ്കിൽ നീ പോയിക്കോ, എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ, ഇനി ഇങ്ങോട്ടേക്കോ വരുവോ പോലും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛൻ ഞാൻ അങ്ങനെയല്ല, ഇപ്പം നീ എന്നെ അച്ഛനായിട്ട് കാണുന്നില്ല, അതല്ലേ സത്യം. ആയിക്കോട്ടെ, എന്ത് വെള്ളം ആയിക്കോ, നിന്റെ തോന്നിയാസമല്ലേ, നീ എന്താന്ന് ചെയ്തോ, ഇനി എന്നോടൊന്നും ചോദിച്ചോണ്ട് വരേണ്ട കാര്യമില്ല, നിനക്ക് പോണെങ്കിൽ പോവാം, ഞാനൊരു എതിരും പറയത്തില്ല എന്ന് പറഞ്ഞു. ഇത്രയും കാലം നിന്നെ മോളെ പോലെ കരുതിയ ഞാൻ വെറും വിഡ്ഢിയായി പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അച്ഛാ അത് അങ്ങനെയല്ല, വേണ്ട, നിനക്ക് ഈ കുടുംബത്തോടൊരു സ്നേഹമില്ല, അതുകൊണ്ടല്ലേ നീ ഇവിടുന്ന് പോകുന്നത്. ഈ കുടുംബത്തോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പോയില്ലായിരുന്നു. നീ എന്നെ അച്ഛനായിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ളവരെ നിന്റെ സഹോദരങ്ങളെ കൂടപ്പുറപ്പുകളായിട്ടോ കണ്ടിട്ടില്ല, അതുകൊണ്ട് നീ പോകുമെന്ന് പറഞ്ഞു. അലീനയ്ക്ക് ആകെപ്പാടെ വിഷമമായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്ത് ബബിത പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൃഷ്ണമോള് പറഞ്ഞു, അലീന ചേച്ചി ഈ വീട്ടിൽ തന്നെ ജീവിക്കേണ്ടവളാ, അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകേണ്ടതല്ല. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? കൃഷ്ണമോള് പറഞ്ഞു, അതേ ശരിയാവത്തുള്ളൂ. അല്ല അതെങ്ങനെയാ? ഇപ്പം അമ്മ സമ്മതിക്കുമോ? അച്ഛൻ്റെ മോളല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ചേച്ചി എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, എല്ലാത്തിനും കാരണം അമ്മയാന്ന് പറഞ്ഞു. അമ്മയോ? അതെങ്ങനെ ശരിയാവും? അതിന് അമ്മ എന്ത് തെറ്റാ ചെയ്തേ? അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, അതിനിപ്പോൾ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അതെ, അമ്മയാണ് ഇതിനകത്തെ മെയിനായിട്ടുള്ള തെറ്റുകാരി എന്ന് പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായില്ല. അവർ രണ്ടുപേരും ഇങ്ങനെ
കൃഷ്ണമോളെ നോക്കുവാണ് ഇവളെന്താണ് ഈ പറയുന്നതെന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ കൃഷ്ണമോള് സത്യങ്ങളൊക്കെ തുറന്നു പറയുമോ അറിയത്തില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ തുറന്നു പറയുമായിരിക്കും, എന്തെങ്കിലും ഒരു ക്ലൂ എങ്കിലും കൊടുക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.